നമസ്കാരം. 1968 ഫെബ്രുവരി 7 അന്ന് ഒരു വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച രാത്രി ഏകദേശം ഒരു 10 മണിയായപ്പോൾ തൊടുപുഴയിലെ മാറികയിലെ പുറപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ ഒരു ബസ് വന്നു നിന്നു. ആ സ്കൂളിലെ കുട്ടികളെ കൊണ്ട് അധ്യാപകർ ടൂർ പോയിട്ട് മടങ്ങി വന്നതാണ്. ധാരാളം രക്ഷിതാക്കൾ കുട്ടികളെ കാത്തു നിൽപ്പുണ്ട്. മലമ്പുഴയ്ക്കായിരുന്നു ട്രിപ്പ്. ആ ബസ്സിൽ നിന്ന് കുട്ടികൾ ഇറങ്ങുമ്പോൾ അവരുടെ സന്തോഷം അവരുടെ മുഖത്ത് വരച്ചു വെച്ചിട്ടുണ്ട്. ശരിക്കും അടിച്ചു പൊളിച്ചതിൻ്റെ ഒരു ഫീല് കുട്ടികളിലുണ്ട്. കുട്ടികൾക്കൊപ്പം അധ്യാപകരൊക്കെ പുറത്തിറങ്ങി രക്ഷിതാക്കൾക്ക് കുട്ടികളെയൊക്കെ വിട്ടുകൊടുത്ത് വിളിച്ചുകൊണ്ട് പോകാൻ രക്ഷിതാക്കൾ എത്താത്ത കുട്ടികളുമുണ്ട്. അവരെയൊക്കെ അധ്യാപകർ തന്നെ വീട്ടിൽ കൊണ്ടു ആക്കി. അപ്പോൾ സമയം ഏകദേശം ഒരു 10:45. സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ജോസഫ് ഇളയ മകൻ പയസുമായി സ്കൂൾ പൂട്ടി അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. ആ സമയത്ത് അദ്ദേഹത്തോടൊപ്പം 2 അധ്യാപകരുടെ ഉണ്ട്. ആ ടീം ഒന്നിച്ച് നടന്ന് റോഡിലേക്ക് കയറി. ഈ റോഡിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ അധ്യാപകർ അന്നത്തെ ദിവസത്തെ ടൂറിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. പയസിനോട് ടൂർ എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ നന്നായിരുന്നു എന്ന് അവനോട് ചോദിച്ച അധ്യാപകരോട് മറുപടി അറിയുകയും ചെയ്തു. ശരിക്കും രസകരമായി സംസാരിച്ച ആ ടീം റോഡിൽ കയറി. അവിടെ വെച്ച് ആ ടീം 2ആയി പിരിഞ്ഞു. ജോസഫും മകൻ പയസും വീട്ടിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം വെള്ളിയാഴ്ചയാണ്. രാവിലെ ഏകദേശം ഒരു 9 മണി കഴിഞ്ഞപ്പോൾ സ്കൂളിൽ ഒരു അധ്യാപകൻ എത്തി. സാധാരണഗതിയിൽ ആ സമയത്ത് സ്കൂള് തുറന്നിട്ടേക്കുന്നതാണ്. ജോസഫ് സാർ സാധാരണ ഒരു 8:30 മണിയോടുകൂടി സ്കൂളിൽ എത്തുന്ന ആളാണ്. സ്കൂള് തുറന്നിട്ടില്ല. സാറ് താമസിക്കുന്നതിന്റെ കാരണം ആ അധ്യാപകന് അറിയാം. തലേദിവസം മലമ്പുഴ ടൂർ പോയവരാണ്. ക്ഷീണം കൊണ്ട് ശരിക്കും ഉറങ്ങിക്കാണും. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ആ അധ്യാപകൻ അവിടെ ആ സ്കൂളിന്റെ വരാന്തയിൽ തന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരു അധ്യാപകൻ കൂടി വന്നു. അവർ രണ്ടുപേരും ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൂന്നാമതൊരാളും വന്നു. ജോസഫ് സാറിനെ കാണാതെ വന്നപ്പോൾ അതിൽ ഒരു അധ്യാപകൻ പറഞ്ഞു, നമ്മളിവിടെ ഇങ്ങനെ ഇരുന്നാലെങ്ങനെ, താക്കോല് വാങ്ങണ്ടേ? എന്നാ നീ പോയി താക്കോല് വാങ്ങിച്ചിട്ട് വാ. അങ്ങനെ മറ്റു അധ്യാപകർ പറഞ്ഞതും ആ ചെറുപ്പക്കാരൻ ജോസഫ് സാറിന്റെ വീട്ടിലേക്ക് നടന്നു. അവിടെ എത്തിയ അധ്യാപകൻ ബെല്ലടിച്ചപ്പോൾ വാതിൽ തുറന്നത് ജോസഫ് സാറിന്റെ ഭാര്യ ലൂസിയാണ്. ജോസഫ് സാറിനെ കണ്ടില്ല, സാറ് ഇന്ന് സ്കൂളിലേക്ക് വന്നില്ല. അയ്യോ, സ്കൂൾ തുറന്നില്ലല്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ട് ലൂസി അകത്ത് പോയി ഒരു താക്കോൽ കൂട്ടം എടുത്തുകൊണ്ടുവന്ന് ആ അധ്യാപകന്റെ കൈ കൊടുത്തു. ജോസഫ് സാർ എവിടെ? സാറിന് നല്ല സുഖമില്ല, സാറ് അല്പം താമസിച്ചു വരും. അങ്ങനെ ലൂസി പറഞ്ഞപ്പോൾ ആ അധ്യാപകൻ താക്കോലുമായി സ്കൂളിലേക്ക് മടങ്ങി. അവൻ ജോസഫ് സാറിന് സുഖമില്ലാത്ത കാര്യം സ്കൂളിലെ മറ്റധ്യാപകരോട് പറയുകയും ചെയ്തു. തലേദിവസത്തെ ആ ടൂറിൽ വെയിലൊക്കെ കൊണ്ട് ആകെ വാടിക്കരിഞ്ഞാണ് അധ്യാപകരും കുട്ടികളൊക്കെ വന്നത്. അതിൻ്റെതായ ഒരു വാട്ടം ജോസഫ് സാറിന് ഉണ്ടായിക്കാണുമെന്ന് സ്വാഭാവികമായിട്ടും ആ അധ്യാപകർക്ക് അറിയാം. അവരതുകൊണ്ട് തന്നെ അന്ന് ജോസഫ് സാറിനെ തിരക്കിയതേയില്ല. വൈകുന്നേരം പതുപോലെ സ്കൂൾ പൂട്ടി ഒരു അധ്യാപകൻ ആ താക്കോൽ കൂട്ടവുമായി വീണ്ടും ജോസഫ് സാറിന്റെ വീട്ടിലെത്തി. ആ താക്കോല് വാങ്ങാനായി വീടിന്റെ മുൻവശത്തേക്ക് വന്നത് ലൂസി തന്നെയാണ്. ലൂസി കണ്ടതും ആ അധ്യാപകൻ ജോസഫ് സാറിനെ കുറിച്ച് തിരക്കി. ജോസഫ് സാറ് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയി കുറച്ച് മരുന്ന് വാങ്ങാൻ വേണ്ടിയാണ്. സാറിന് അസുഖം കൂടുതലാണോ? ചെറിയ ഒരു പനി, അത്രയേ ഉള്ളൂ, അതിപ്പോ ഇന്ന് തന്നെ മാറും. അങ്ങനെ ലൂസി പറഞ്ഞതും സന്തോഷത്തോടുകൂടി ആ അധ്യാപകൻ തിരിച്ചു പോവുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ ഏകദേശം ഒരു 9 മണിയായപ്പോൾ ചില അധ്യാപകർ വീണ്ടും സ്കൂളിലെത്തി. അന്ന് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച കുട്ടികളൊന്നും സ്കൂളിൽ വരാറില്ല. എന്നാലും അധ്യാപകർക്ക് ചില പരിപാടികളൊക്കെ ഉള്ളത് കൊണ്ടാണ് അവരെത്തിയത്. പക്ഷേ അന്നും ആ സ്കൂളിന്റെ വാതിൽ തുറന്നിട്ടില്ല. അത് കണ്ടതും തലേദിവസം താക്കോല് വാങ്ങാൻ പോയ അധ്യാപകൻ വീണ്ടും ജോസഫ് സാറിന്റെ വീട്ടിലേക്ക് നടന്നു. ജോസഫ് സാറിന് പനി കലശലായി കാണും, അതുകൊണ്ടാണ് ഇന്നും അദ്ദേഹം വരാത്തത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ അധ്യാപകൻ ജോസഫ് സാറിന്റെ വീട്ടിലെത്തിയത്. അവിടെ എത്തി ബെല്ലടിച്ചിട്ടും വാതിൽ തുറന്നില്ല. ഇനി ജോസഫ് സാറിനെയും കൊണ്ട് ലൂസി ഹോസ്പിറ്റലിൽ പോയി കാണൂ. 1-2 തവണ ബെല്ലടിച്ചിട്ടും തുറക്കാതെ വന്നപ്പോൾ അങ്ങനെ ഒരു ചോദ്യമാണ് സ്വാഭാവികമായിട്ടും ആ അധ്യാപകന്റെ മനസ്സിൽ വന്നത്. ജോസഫ് സാറിന് മക്കളൊക്കെ ഉണ്ട്, ആ മക്കളിവിടെ കാണേണ്ടതാണ്, അവരെയും കണ്ടില്ല. ഇവരെല്ലാരും കൂടി ഇനി ആശുപത്രി പോയോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് ആ അധ്യാപകൻ മടങ്ങി സ്കൂളിലെത്തി അവിടെയുള്ള ആളുകളോട് കാര്യം പറഞ്ഞു. ആ അധ്യാപകൻ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ മറ്റധ്യാപകർ പറഞ്ഞു, വീട്ടിലെ എല്ലാവരും കൂടി പുറത്തേക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ അറിയിക്കേണ്ടതല്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത വീടുകളിലൊന്ന് തിരക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ അധ്യാപക കൂട്ടം സ്കൂളിൽ നിന്ന് നടന്ന് ജോസഫ് സാറിന്റെ വീട്ടിലെത്തി അവർ വീണ്ടും ബെല്ലടിച്ചു. വാതിൽ തുറന്നില്ല. അതവർ പ്രതീക്ഷിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പ് സമീപത്തുള്ള ഒരു വീട്ടിൽ വന്ന് ജോസഫ് സാർ എവിടെ പോയി തിരക്കിപ്പോ അവർക്ക് അറിയത്തില്ല. അല്ല, ജോസഫ് സാർ അവിടെ ഇല്ലേ? ഇല്ല, ഞങ്ങൾ ബെല്ലടിച്ചിട്ട് കേൾക്കുന്നില്ല. ജോസഫ് സാറ് ആശുപത്രി പോയോന്ന് അറിയാനാ ഞങ്ങൾ നിങ്ങളെ തിരക്കിയത്. ആശുപത്രി പോകുന്ന കാര്യമൊന്നും സാർ പറഞ്ഞതായി ഞങ്ങൾ ഓർക്കുന്നില്ലല്ലോ. ആ വീട്ടുകാർ അങ്ങനെ പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്തു. ഇതിനിടയിൽ അധ്യാപകരെ ജോസഫ് സാറിന്റെ വീടിന്റെ മുന്നിൽ കണ്ടപ്പോൾ
അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെയുള്ള ആളുകൾ അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. അവരും കാര്യങ്ങൾ തിരക്കി തുടങ്ങി. ഞങ്ങള് ജോസഫ് സാറിനെ കാണാത്തോണ്ടാ വന്നത്. വ്യാഴാഴ്ച രാത്രി കുട്ടികളുമായി മലമ്പുഴയിൽ നിന്ന് എത്തിയ സമയത്താണ് അവസാനമായിട്ട് ഞങ്ങൾ ജോസഫ് സാറെ കണ്ടത്. ഇന്നലെ സാറ് സ്കൂളിൽ വന്നിരുന്നില്ല. ഞാനാണ് വന്ന് താക്കോല് വാങ്ങിച്ചുകൊണ്ട് പോയി സ്കൂൾ തുറന്നത്. വൈകിട്ട് ഞാൻ തന്നെയാണ് താക്കോല് തിരിച്ചുകൊണ്ട് കൊടുത്തത്. അപ്പോഴും ജോസഫ് സാറിനെ കണ്ടിരുന്നില്ല. ജോസഫ് സാറിന് സുഖമില്ലെന്നാണ് സാറിന്റെ ഭാര്യ ലൂസി ഞങ്ങളോട് പറഞ്ഞത്. ആ അധ്യാപകൻ അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നാട്ടുകാരോട് പറഞ്ഞു. കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞതും നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു, ഇനി അവരെല്ലാരും കൂടി സ്കൂളിൽ പറയാതെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോയി കാണും. അങ്ങനെയല്ല, ജോസഫ് സാറിന് സുഖമില്ലെന്ന് സാറിന്റെ ഭാര്യ എന്നോട് പറഞ്ഞതാണ്. സാറിന് സുഖമില്ലെങ്കിൽ എന്തായാലും ഏതെങ്കിലുമൊക്കെ വാഹനം വിളിച്ച് അവര് ആശുപത്രി പോകാൻ സാധ്യതയുള്ളൂ. വാഹനം ഒന്നും വന്നതായി ഞങ്ങൾ ആരും ഓർക്കുന്നേയില്ല. വാഹനത്തിന്റെ ശബ്ദം ഈ ഭാഗത്ത് കേട്ടതേയില്ല. ആ കാലഘട്ടത്തിൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ടാക്സി വിളിക്കുന്ന ഒരു പദമുണ്ട്. അങ്ങനെ ടാക്സി ഒന്നും വന്നതായിട്ട് അവരാരും ഓർക്കുന്നതേയില്ല. അങ്ങനെ ഒരു ടാക്സി വന്നിട്ടുമില്ല എന്ന് അവർക്ക് ഉറപ്പാണ്. വാഹനങ്ങളൊന്നും വരാതെ ജോസഫ് സാറിന് സുഖമില്ലെങ്കിൽ ജോസഫ് സാറ് ഹോസ്പിറ്റലിൽ നടന്നായിരിക്കും പോയിരിക്കുക. പക്ഷെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ 4 മക്കൾ അവിടെ ഉണ്ട്. അവരെ കൂടി ആശുപത്രിയിൽ കൊണ്ടുപോകും. സുഖമില്ലാത്ത ഒരാൾക്കൊപ്പം 4 മക്കളും കൂടി ആശുപത്രിയിൽ പോയി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി അഥവാ ജോസഫ് സാറിന് അത്ര സീരിയസ് ആയ അസുഖമാണോ? അങ്ങനെയാണെങ്കിൽ ഉറപ്പായും ടാക്സി പിടിച്ചേ പോകത്തുള്ളൂ. ഒരു കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ടും ആ അധ്യാപകർക്കും നാട്ടുകാർക്കും ഉണ്ടായി. അവര് എന്താണ് ഇനി വേണ്ടത് എന്നതിനെ കുറിച്ച് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴേക്കും സമയം രാവിലെ ഏകദേശം 10 മണിയായിട്ടുണ്ട്. തൊടുപുഴ സ്റ്റേഷനിലെ ജീപ്പാണ് അങ്ങോട്ടേക്ക് വന്നത്. ജീപ്പ് ആ ആൾക്കൂട്ടത്തിനടുത്തുകൂടി ജോസഫ് സാറിന്റെ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് കയറി. ജീപ്പ് ആ കോമ്പൗണ്ടിനകത്തേക്ക് ഓടിച്ച് കയറ്റുന്ന കണ്ടതും ആ ആൾക്കൂട്ടം ആ ജീപ്പിന് പുറകെ ഓടി അവിടെ എത്തി. ജീപ്പിൽ നിന്ന് ഇറങ്ങിയത് സബ് ഇൻസ്പെക്ടറാണ്. SI ആ ആൾക്കൂട്ടത്തെ കണ്ട് അവരോട് ചോദിച്ചു, എന്താ നിങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത്? സാർ, ഇവര് സ്കൂൾ അധ്യാപകരാണ്. സ്കൂൾ തുറക്കേണ്ട താക്കോല് ജോസഫ് സാറിന്റെ കയ്യിലാണ് ഉള്ളത്. സാറ് സ്കൂളിലേക്ക് വന്നില്ല. താക്കോൽ എടുക്കാനാണ് ഇവര് വന്നത്. നാട്ടുകാരിൽ ഒരാൾ കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ SIയോട് പറഞ്ഞു. നാട്ടുകാരൻ പറഞ്ഞ ഡയലോഗ് കേട്ട SI ചുറ്റുവട്ടമൊക്കെ നോക്കിയതിനു ശേഷം പുറകിൽ ഇറങ്ങി നിൽക്കുന്ന പോലീസുകാരനെ ഒന്ന് നോക്കിയതും അയാൾ ആ ജീപ്പിനെ മറച്ചിരുന്ന തുണി പതുക്കെ പോക്കി. ശരിക്കും പുറകുവശത്ത് തുണിയിട്ട് മൂടിയിരിക്കുകയായിരുന്നു. ഒരു കറുത്ത ക്യാൻവാസ് തുണി ഉണ്ടായിരുന്നു. ആ ക്യാൻവാസ് തുണി ജീപ്പിന്റെ മുകളിലേക്ക് മാറ്റിയപ്പോൾ ജീപ്പിന്റെ പുറകിൽ നിൽക്കുന്ന ആളുകൾ അമ്പരപ്പോടെ ജീപ്പിനകത്തേക്ക് നോക്കുകയും ഒരു ശബ്ദം ഉണ്ടാക്കുകയും ചെയ്തു. അവർ പോലും അറിയാതെ ആ ശബ്ദം അവരുടെ വായിന്ന് പുറത്തേക്ക് വന്നതാണ്. ആ ജീപ്പിനകത്ത് ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. ആളുകൾ അമ്പരപ്പോടെ ആ സ്ത്രീ അങ്ങനെ നോക്കുമ്പോഴേക്കും പുറത്തു നിന്ന പോലീസുകാരൻ ജീപ്പിന്റെ പുറകുവശത്തെ ഡോർ തുറന്ന് ആ സ്ത്രീയെ പുറത്തിറക്കിയ സ്ത്രീയുടെ കൈകളിൽ വിലങ്ങ് വെച്ചിരിക്കുകയാണ്. വിലങ്ങ് വെക്കപ്പെട്ട ആ സ്ത്രീയെ കണ്ട പലരും പറയും ചോദിക്കുകയും ചെയ്യാണ്, ഇതെന്താ ജോസഫ് സാറിന്റെ ഭാര്യയെ വിലങ്ങ് വെച്ചിരിക്കുന്നത്? എന്താ സംഭവം? ആളുകൾക്ക് ഒരു എത്തും പിടിയില്ല. ആ സമയത്ത് ഒരു സൂട്ട് കേസ് ആ ജീപ്പിന്റെ പുറകിൽ നിന്ന് ഒരു പോലീസുകാരൻ താഴേക്ക് ഇറക്കി. അയാൾ ആ സൂട്ട് കേസ് അവിടെ നാട്ടുകാർ കാണെ നാട്ടുകാരുടെ മുന്നാകെ കൊണ്ടുവച്ചു. ആളുകൾ അമ്പരപ്പോടെ അവിടെ കൊണ്ടുവച്ച സൂട്ട് കേസിലേക്കും വിലങ്ങ് വെക്കപ്പെട്ട ആ ജോസഫ് സാറിന്റെ ഭാര്യയിലേക്കും നോക്കുമ്പോൾ അയൽ വീട്ടുകാരിൽ ഒരാൾ ഉറക്കെ ആ സ്ത്രീയോട് ചോദിച്ചു, ലൂസി, എന്താ ഇത്? നിന്നെന്തിനാ പോലീസ് പിടിച്ചിരിക്കുന്നത്? നിന്നെന്തിനാ വിലങ്ങ് വെച്ചിരിക്കുന്നത്? ചോദ്യങ്ങളുടെ ഒരു ശരവർഷം തന്നെ ആ സ്ത്രീക്ക് നേരെ അടുത്ത വീട്ടില് സ്ത്രീ ചോദിക്കുകയാണ്. അവർക്ക് നല്ല അടുപ്പമുള്ള പരിചയമുള്ള സ്ത്രീയാണ് ലൂസി, ജോസഫ് സാറിന്റെ ഭാര്യ. ആ സ്ത്രീയുടെ ചോദ്യം കേട്ടപ്പോ ലൂസി ഒന്നും മിണ്ടാതെ തറയിലേക്ക് നോക്കി. മറുപടി പറയാതെ ലൂസി കുനിഞ്ഞു നിൽക്കുന്ന കണ്ടതും SI ലൂസിയോട് ചോദിച്ചു, എവിടെ ജോസഫ്? ആ കൂടി നിൽക്കുന്ന എൻറ്റയർ ആളുകളും കഴിഞ്ഞ മണിക്കൂറുകളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അതേ ചോദ്യം സബ് ഇൻസ്പെക്ടർ ലൂസിയോട് ചോദിച്ചതും ലൂസിയുടെ കണ്ണുകൾ അവിടെ ആ വീടിന്റെ ഇടതുഭാഗത്തായി കാണപ്പെടുന്ന വൈക്കോൽ കുനയിലേക്ക് പതിഞ്ഞു. അവിടെ ഇടതുഭാഗത്ത് ഒരു വൈക്കോൽ കുനയുണ്ട്. അതിന്റെ പുറയിലായി മറ്റൊരു വൈക്കോൽ കുനയുണ്ട്. ലൂസിയുടെ നോട്ടം ആ വൈക്കോൽ കുനയിൽ വീണതും SI അവിടെ നിൽക്കുന്ന നാട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ ആ വൈക്കോൽ കുനയുടെ വൈക്കോലൊന്ന് മാറ്റി. SI പറഞ്ഞത് കേട്ടതും 2 ചെറുപ്പക്കാർ SIയും ലൂസിയും ഒന്ന് നോക്കിയിട്ട് നടന്ന് ആ വൈക്കോൽ കുനയുടെ അടുത്തെത്തി. അധ്യാപകർക്കും അവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്കും പോലീസ് ജീപ്പ് വന്നത് കണ്ടതുകൊണ്ട് അവിടേക്ക് ഓടിയെത്തിയ മറ്റാളുകൾക്കൊക്കെ വല്ലാത്തൊരു കൺഫ്യൂഷൻ. ഇതിപ്പോ എന്തിനാ വൈക്കോൽ കുനിലെ വൈക്കോല് മാറ്റുന്നത്? അങ്ങനെ ആളുകൾ ആലോചിക്കുമ്പോഴേക്കും ആ ചെറുപ്പക്കാർ അവിടെ എത്തി വൈക്കോൽ അതിൽ നിന്ന് വലിച്ച് ഇളക്കി തുടങ്ങി. അവരെ കുറച്ച് വൈക്കോല് ഇങ്ങനെ മാറ്റുമ്പോൾ ആ ചെറുപ്പക്കാരിൽ ഒരാൾ അറിയാതെ
മൂക്ക് പൊത്തിപ്പോവുകയാണ്. ആ വൈക്കോൽ കൂനെ തൊട്ട നിമിഷം തന്നെ അയാൾക്ക് രൂക്ഷമായ ഒരു ഗന്ധം അനുഭവപ്പെട്ടു. അതുകൊണ്ടാണ് അയാൾ മൂക്ക് പൊത്തിപ്പിടിച്ചത്. അയാൾ മൂക്ക് പൊത്തിപ്പിടിക്കുമ്പോൾ തന്നെ അയാളോടൊപ്പം ആ വൈക്കൽക്കുനിന്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരുന്ന ആളുകളൊക്കെ അറിയാതെ മൂക്ക് പൊത്തിപ്പോവുകയാണ്. എല്ലാവർക്കും ഒരു രൂക്ഷഗന്ധം ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ആ വൈക്കൽക്കുന മാറ്റിയപ്പോൾ അതിനകത്ത് കാണുന്നത് 2 പയ്യന്മാരുടെ ഡെഡ് ബോഡികളാണ്. ശരിക്കും ആ ബോഡികൾ കുറേശ്ശെ അഴുകി തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ വൈക്കൽക്കുനയിൽ നിന്ന് രൂക്ഷഗന്ധം വന്നു തുടങ്ങിയത്. 16 വയസ്സുള്ള ജോസും 11 വയസ്സുള്ള ലൂക്കോസുമാണ് ആ വൈക്കൽക്കുനയ്ക്കകത്ത് കിടക്കുന്നത്. ആ 2 പിള്ളേരും ജോസഫ് സാറിന് ആദ്യ ഭാര്യയിലുണ്ടായ കുട്ടികളാണ്. അധ്യാപകർക്കും അവിടെ കൂടി നിൽക്കുന്ന നാട്ടുകാർക്കൊന്നും ആ കാഴ്ചയുടെ അർത്ഥം കൊണ്ട് മനസ്സിലാകുന്നില്ല. പക്ഷെ ഇപ്പോൾ ശരിക്കും പോലീസും ഞെട്ടിയിട്ടുണ്ട്. അവര് പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച കണ്ട ഒരു ഭാവം ആ എസ്ഐയുടെ മുഖത്ത് പോലുമുണ്ട്. ആ വൈക്കൽക്കുനയിലെ വൈക്കോൽ മുഴുവൻ വലിച്ച് താഴെ ഇട്ടപ്പോൾ 2 ബോഡി മാത്രമാണ് കണ്ടത്. അത് കണ്ടതും എസ്ഐ ആ ചെറുപ്പക്കാരോട് പറഞ്ഞു, ആ വൈക്കൽക്കുനോട് നോക്ക്. കുറച്ച് മാറി പുറയിൽ ഒരു വൈക്കൽക്കുനോട് ഉണ്ട്. അത് വലിച്ചിളക്കിയതും ആ ചെറുപ്പക്കാർ അമ്പരപ്പോടെ എസ്ഐയോട് പറഞ്ഞു, സാർ ഇതിൽ. അത് കേട്ടതും എസ്ഐ അങ്ങോട്ട് വന്നു. അതിനകത്ത് സാക്ഷൽ ജോസഫ് സാറ് കിടക്കുകയാണ്. ജോസഫ് സാറിനൊപ്പം അന്ന് വ്യാഴാഴ്ച ആ സ്കൂളിന്റെ സ്റ്റഡി ടൂറിൽ പങ്കെടുത്തിരുന്ന സാറിന്റെ ഇളയ മകൻ പയസ്സും ഉണ്ട്. അവന് 7 വയസ്സാണ് പ്രായം. ജോസഫ് സാറിന്റെ മുഖത്തും പയസിന്റെ മുഖത്തും അതുപോലെ നേരത്തെ കണ്ട ജോസിന്റെ മുഖത്തും ലൂക്കോസിന്റെ മുഖത്തും ഒക്കെ പാടുകളുണ്ട്. ശരിക്കും നന്നായി അവരെ തല്ലി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. 4 ഡെഡ് ബോഡികളാണ് ഇപ്പോൾ അവിടെ കണ്ടിരിക്കുന്നത്. 4 ബോഡികളിലും വളരെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കമ്പിപ്പാര പോലുള്ള എന്തോ ഉപയോഗിച്ച് അടിക്കുകയും കുത്തുകയൊക്കെ ചെയ്തിരിക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ അക്കാര്യം വ്യക്തമാണ്. ആ കാഴ്ച കണ്ട എസ് ഐ തിരിഞ്ഞ് ലൂസി നോക്കി. ഇപ്പോ എസ് ഐയുടെ നോട്ടം മാത്രമല്ല, എൻ്റെ ആളുകളുടെ നോട്ടവും ലൂസിയിലേക്കാണ്. സകല ആളുകളും വിശ്വസിക്കാനാവാത്ത ഒരു കാഴ്ചയാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ ലൂസിക്ക് ഒരു കുലുക്കവുമില്ല. അവള് തലകുനിച്ച് നിൽക്കുകയാണ്. തലകുനിച്ച് നിൽക്കുന്ന ലൂസി ഒന്ന് നോക്കിയിട്ട് എസ് ഐ ലൂസിയോട് പറഞ്ഞു, നീ ആ സൂട്ട്കേസ് ഒന്ന് തുറന്നേ. അങ്ങനെ പറഞ്ഞിട്ട് ഒരു പോലീസുകാരനെ കൊണ്ട് ലൂസിയുടെ കയ്യിലെ വിലങ്ങൾ അഴിപ്പിച്ചു. കൈകൾ സ്വതന്ത്രമായ ലൂസി എസ് ഐ ആവശ്യപ്പെട്ട അനുസരിച്ച് അവിടെ ഇരിക്കുന്ന സൂട്ട്കേസ് ജനത്തിന് മുന്നാകെ തുറന്നു വെച്ചു. ആ സൂട്ട്കേസ് 2ആയി തുറന്നപ്പോൾ ഒരു വല്ലാത്ത ആളുകളുടെ ശബ്ദത്തിലുണ്ടാകുന്നത് സകലർക്കും ഒരുപോലെ അനുഭവപ്പെടുകയാണ്. ശരിക്കും ഒരു തേങ്ങൽ ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായി. ഒരു കൊച്ചു പെൺകുട്ടിയുടെ ഒടിച്ച് മടക്കിയ ശവശരീരം ആ സൂട്ട്കേസിനകത്ത് ഇരിക്കുകയാണ്. ലൂസിയുടെ ഇളയ മകൾ 1.5 വയസ്സുള്ള ബീനയുടെ ഡെഡ് ബോഡിയാണ് ആ സൂട്ട്കേസിനകത്ത് ഇരിക്കുന്നത്. നേരത്തെ ജോസഫ് സാറിനൊപ്പം കണ്ട ആ 7 വയസ്സുള്ള കുട്ടി പയസും ലൂസിയുടെ മകനാണ്. ആളുകൾക്ക് ഈ കാഴ്ചകൾ സത്യമാണോ മിഥ്യയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതാ അവരുടെ മുന്നിൽ 5 ഡെഡ് ബോഡികൾ, 4 എണ്ണം 2 വൈക്കോൽ കൂനകളിലും 1 എണ്ണം സൂട്ട്കേസിലുമായി അവർ കാണുകയാണ്. ഈ കൃത്യങ്ങളും ലൂസി തമ്മിൽ എന്താണ് ബന്ധം? ആളുകൾ അമ്പരപ്പോടെ ആ ചോദ്യത്തിന്റെ ഉത്തരം അറിയാനായി എസ് ഐ നോക്കുമ്പോൾ എസ് ഐ ആളുകളോട് ഒരു കഥ പറഞ്ഞു. ഇന്ന് രാവിലെ 8 മണിക്ക് മാർഗപ്പള്ളിയിലെ വികാരി അച്ഛൻ്റെ അടുത്ത് ഈ ലൂസി എത്തിയിരുന്നു. അവൾക്ക് മരിച്ചുപോയവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തണം എന്ന് പറഞ്ഞിട്ടാണ് അവൾ വികാരി അച്ഛനെ കാണാൻ ചെന്നത്. വികാരി അച്ഛന് അതിന്റെ ഫീസും അവൾ കൊടുത്തു. 4 രൂപ 25 പൈസ. അവൾ ആ ഫീസ് എടുക്കാനായി അവളുടെ പേഴ്സ് തുറന്നപ്പോൾ വികാരി അച്ഛൻ അവളുടെ പേഴ്സിൽ ഒരുപാട് പണം ഇരിക്കുന്നത് കണ്ടിരുന്നു. അതുകൊണ്ട് വികാരി അച്ഛൻ അവളോട് ഒരു ചോദ്യം ചോദിച്ചു, നീ എന്തിനാ ഇത്രയും പണവുമായി നടക്കുന്നത്? അച്ഛാ, വീട്ടിൽ ആരുമില്ല, അതുകൊണ്ട് ഞാൻ പണമെടുത്ത് പേഴ്സിൽ വെച്ചതാണ്. അതിന് ജോസഫ് സാർ അവിടെ ഇല്ലേ? ജോസഫ് സാറിനെയും ലൂസിയൊക്കെ അറിയാവുന്ന അച്ഛനായതുകൊണ്ടാണ് ആ ചോദ്യം അച്ഛൻ ചോദിച്ചത്. സാറിന് സുഖമില്ല, സാറ് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്. അങ്ങനെയാണ് ലൂസി മറുപടി പറഞ്ഞത്. അത് കേട്ടത് അച്ഛൻ ചോദിച്ചു, ജോസഫ് സാർ ഇല്ലെങ്കിൽ മക്കളൊക്കെ അവിടെ ഇല്ലേ? നീ പണവുമായി ഇങ്ങനെ നടന്നാൽ നിന്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും ഇത് പിടിച്ചു വാങ്ങിയാലോ? അങ്ങനെ ചോദിച്ച അച്ഛന്റെ കണ്ണുകൾ അപ്പോഴാണ് ലൂസിയുടെ അടുത്തിരിക്കുന്ന സൂട്ട്കേസിൽ പതിയുന്നത്. സൂട്ട്കേസിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ലൂസി ഒന്ന് പരിങ്ങി. അത് കേട്ടതും അച്ഛൻ ലൂസിയോട് പറഞ്ഞു, നീ ആ സൂട്ട്കേസും തുറന്നേ. അച്ഛാ, സൂട്ട്കേസ് എന്തിനാ തുറക്കുന്നത് എന്നൊരു മറു ചോദ്യമാണ് ആ സമയത്ത് ലൂസി അച്ഛനോട് ചോദിച്ചത്. ലൂസി അങ്ങനെ ചോദിക്കുമ്പോഴേക്കും കപ്പ്യാര് കൂടി അവിടേക്ക് വന്നു. കപ്പ്യാരും അച്ഛനും നിർബന്ധിച്ചപ്പോൾ ലൂസിക്ക് അവസാനം ആ പെട്ടിയുടെ താക്കോല് കപ്പ്യാർക്ക് കൊടുക്കേണ്ടി വന്നു. കപ്പ്യാര് ആ പെട്ടി തുറന്നപ്പോൾ ബീനയുടെ ഡെഡ് ബോഡി കണ്ടത്. അങ്ങനെയാണ് ഞങ്ങളുടെ സ്റ്റേഷനിലേക്ക് അച്ഛൻ വിളിച്ച് കാര്യം പറഞ്ഞത്. പോലീസ് അവിടെ എന്തിന് എത്തി, എങ്ങനെ എത്തി എന്നുള്ളതിന്റെ ഉത്തരം
SIയുടെ മറുപടിയിൽ നിന്ന് ആളുകൾക്ക് മനസ്സിലായി. ഇനി അറിയേണ്ടത് എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു എന്നാണ്. SI ഈ കഥ പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് നിശബ്ദയായി അവിടെ നിൽക്കുകയാണ് സാക്ഷാൽ ലൂസി. ലൂസി നാട്ടുകാരുടെയും പോലീസിന്റെ മുന്നിൽ വെച്ച് പതുക്കെ കഥ പറഞ്ഞു തുടങ്ങി. വലിയ പ്രതീക്ഷയോടു കൂടിയാണ് ജോസഫ് സാറിന്റെ ഭാര്യ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യയായി ലൂസി ആ വീട്ടിലേക്ക് വരുന്നത്. ലൂസി വരുമ്പോൾ ജോസഫിന് 2 ആൺമക്കളുണ്ട്, ജോസും ലൂക്കോസും. ജോസിന് അന്ന് ഏകദേശം ഒരു 8-9 വയസ്സ് പ്രായമുണ്ട്. ഇളയ മകന് ഏകദേശം ഒരു 2 വയസ്സ് പ്രായമാണ്. ലൂക്കോസിനെയും മൂത്ത മകൻ ജോസിനെയും സ്വന്തം മക്കളെ പോലെ കണ്ടാണ് ലൂസി വളർത്തി തുടങ്ങിയത്. പക്ഷേ കാലം മുന്നോട്ട് പോയപ്പോൾ ജോസഫിന്റെ പെരുമാറ്റത്തിൽ ചില അസ്വാഭാവികതകളൊക്കെ വന്നു തുടങ്ങിയിരുന്നു. ജോസഫ് പലപ്പോഴും ലൂസിയെ വഴക്ക് പറയുകയും തല്ലുകയും ചെയ്യുന്നത് ഒരു ശീലമാക്കി. അവിടുത്തെ അറിയപ്പെടുന്ന UP സ്കൂളിലെ ഹെഡ് മാസ്റ്റർ കൂടിയായ ജോസഫിന്റെ മറ്റൊരു മുഖമാണ് യഥാർത്ഥത്തിൽ ആ വീട്ടിൽ ലൂസി കണ്ടിരുന്നത്. ലൂസിയെ മർദ്ദിക്കുന്നത് ഒരു സിമ്പിൾ കാര്യം പറഞ്ഞിട്ടാണ്. അവളുടെ വീട്ടിൽ നിന്ന് ആവശ്യത്തിന് സ്ത്രീധനം കൊണ്ടുവന്നില്ല എന്നതാണ് ജോസഫിന്റെ പരാതി. ആ പരാതി പറയുന്നു എന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ ക്രൂരമായി ലൂസി ജോസഫ് തല്ലുമായിരുന്നു. ആ തല്ല് പലപ്പോഴും അവളുടെ വീട്ടിലും അറിയും. അവളുടെ സഹോദരൻ ജോയിയോട് അവളെ ഉപദ്രവിക്കുന്ന കാര്യവും സ്ത്രീധനത്തിന് വേണ്ടി ഭർത്താവ് ജോസഫ് നിർബന്ധിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞത് അത് ചോദിക്കാനായി ജോയി ഒരു തവണ ജോസഫിനടുത്ത് വരികയും ആ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. അതിന് ജോസഫ് പ്രതികരിച്ചത് തികച്ചും ക്രൂരമായിട്ടാണ്. ജോസഫിന്റെ മറ്റൊരു സഹോദരനെ കൂടി വീട്ടിലേക്ക് കൊണ്ടുവന്ന ജോയി പോയി കഴിഞ്ഞതും ലൂസിയെ വീണ്ടും മർദ്ദിച്ചു. സഹോദരൻ പോയി കഴിഞ്ഞപ്പോൾ കാര്യമായി മർദ്ദനം ഏറ്റുവാങ്ങിയ ലൂസി ജോസഫിന്റെ സഹോദരൻ പോയി കഴിഞ്ഞപ്പോൾ സമയം കിട്ടിയപ്പോൾ അവളുടെ വീട്ടിൽ ചെന്ന് കാര്യം ഒരിക്കൽ കൂടി പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഒരു തവണ ജോസഫിനെ പറഞ്ഞു വിലക്കിയ ആളാണ് ജോയി അത് ചോദിക്കാനായി വീണ്ടും ജോസഫിന്റെ വീട്ടിലെത്തി. ജോയി വരുമെന്ന് ഒരു പ്രതീക്ഷ ജോസഫിനുണ്ടായിരുന്നു. ജോസഫ് തയ്യാറെടുത്തത് സഹോദരനെ കൂട്ടിയിട്ടാണ്. അവർ രണ്ടും ചേർന്ന് ലൂസിയുടെ സഹോദരൻ ജോയിയെ ക്രൂരമായി മർദ്ദിച്ചു. പിടിച്ചു മാറ്റാൻ ലൂസി ശ്രമിച്ചെങ്കിലും ജോയിക്ക് നല്ല തല്ല് കിട്ടി. പിടിച്ച് മാറ്റുന്നതിനിടയിൽ ലൂസിക്ക് തല്ല് കിട്ടി. വീട്ടിൽ നിന്ന് നിരന്തരമായി തല്ല് വാങ്ങുന്ന ഈ സമയത്ത് ലൂസി ഗർഭിണിയായിരുന്നു. അവള് ഒരു കുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു. ഈ സമയത്ത് ലൂസിക്ക് മറ്റു മകൻ കൂടിയുണ്ട്. അവന്റെ പേരാണ് പയസിന് ഏകദേശം 7 വയസ്സും ഇളയാക്ക് 1.5 വയസ്സാകുന്നവരെയും ഈ തല്ലിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ജോസഫിന്റെ ആദ്യ ഭാര്യയിലെ മക്കളായ ജോസ് 16 വയസ്സിലേക്കും ഇളയവനായ ലൂക്കോസ് 11 വയസ്സിലേക്ക് കടക്കുമ്പോൾ ആ പിള്ളേരെങ്കിലും തന്റെ ഭാഗത്ത് നിൽക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ലൂസിക്കുണ്ടായിരുന്നു. പക്ഷെ അവളുടെ പ്രതീക്ഷയെ ആകെ അട്ടിമറിച്ചുകൊണ്ട് അവരും കൂടി അച്ഛന്റെ ഭാഗത്തേക്ക് മാറി. ലൂസിയെ ആ വീട്ടിൽ നിർത്താൻ ഒരു താല്പര്യമില്ലാത്ത ശൈലിയിലാണ് മക്കളുടെ പെരുമാറ്റം. ഈ സമയത്താണ് അവൾ ആ കടുങ്കൈ ചെയ്യാൻ തീരുമാനിച്ചത്. അവളോടും അവളുടെ മക്കളോടും ജോസഫിന് ഇഷ്ടമല്ലാത്തതിന്റെ കാരണം അയാളുടെ മൂത്ത ഭാര്യയിലുള്ള ആ 2 മക്കളാണ്. അവന്മാരെ ഒഴിവാക്കിയാൽ പിന്നെ പ്രശ്നം ഉണ്ടാകില്ല. അതിനു പറ്റിയ ഒരു അവസരത്തിന് വേണ്ടി അവൾ കാത്തിരിക്കുമ്പോഴാണ് ആ UP സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് മലമ്പുഴയ്ക്ക് ഒരു വിനോദയാത്ര പോകുന്ന കാര്യം അവൾ അറിയുന്നത്. ജോസഫ് സാറാണല്ലോ HM. സ്വാഭാവികമായിട്ടും അദ്ദേഹം ടൂറിന് പോകുമെന്നുള്ള കാര്യം അവൾക്കറിയാം. അവൾ പ്രതീക്ഷിച്ചതുപോലെ അവളുടെ ഇളയ മകൻ പയസിനെയും കൂടി അയാൾ ടൂറിന് കൊണ്ടുപോവുകയും ചെയ്തു. ജോസഫ് സാറും ടീമും മലമ്പുഴയ്ക്ക് ആ സ്കൂളിൽ നിന്ന് യാത്ര തിരിച്ച ആ നിമിഷത്തിൽ ലൂസി അവൾ പ്ലാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ നടപ്പിലാക്കി തുടങ്ങി. ഉറങ്ങിക്കിടക്കുകയായിരുന്ന ജോസിനെയാണ് ആദ്യം അവൾ നേരിട്ടത്. അതിനുവേണ്ടി ലൂസി ചായ്പിൽ സൂക്ഷിച്ചിരുന്ന പാര കയ്യിലെടുത്തിരുന്നു. പാരയുമായി ഉറങ്ങുന്ന ജോസിനടുത്തെത്തിയ ലൂസി ഒരൊറ്റ അടിക്ക് ജോസിന്റെ തല പൊളിച്ചു. അവനെ പ്രതികരിക്കാൻ കഴിയും മുമ്പ് അവന്റെ പുറത്ത് 1-2 തല്ലുകൂടെ തല്ലി. അവന്റെ വായിന്ന് ഒരു ശബ്ദവും പുറത്തേക്ക് വന്നില്ല. തൊട്ടടുത്ത മുറിയിൽ 11 വയസ്സുള്ള ലൂക്കോസ് അപ്പോൾ ഉറങ്ങുകയാണ്. ലൂക്കോസിനൊപ്പമാണ് യഥാർത്ഥത്തിൽ പയസ് ഉറങ്ങുക. പയസ് അന്ന് ടൂറിന് പോയിരിക്കുകയാണ്. ജോസ് മരിച്ചു എന്ന് ഉറപ്പായതും ലൂസി ആ പാരയുമായി ലൂക്കോസ് കിടക്കുന്ന മുറിയിലെത്തി. അവൻ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകും മുമ്പ് ലൂസി അവനെ തല്ലിക്കൊന്നു. അതിനുശേഷം ആ 2 ബോഡിയും വലിച്ചിഴച്ച് അടുക്കളയ്ക്ക് സമയമുള്ള ചെറിയ മുറിയിലേക്ക് കൊണ്ടുവന്ന് അവിടെയിട്ട് ഒന്നുകൂടി അവളുടെ ദേഷ്യം തീരുന്നവരെ പൊതിരെ തല്ലി. അനവധി തവണ തല്ലിയിട്ടും അരിച്ചും തീരാത്ത ലൂസി ചായ്പയിലേക്ക് ഇറങ്ങി കോടാലിയെടുത്ത് അത് കൊണ്ടുവന്ന് ആ ബോഡികളിൽ ആഞ്ഞു വെട്ടി. അത്ര ഏറെ ദേഷ്യം ലൂസിക്ക് ആ പിള്ളേരോടുണ്ടായിരുന്നു. ആ പിള്ളേർ ഏതാണ്ട് മാംസകഷ്ണങ്ങളാകുന്ന ആ സമയത്താണ് ആ ബോഡി ഒളിപ്പിക്കാനുള്ള ഒരു ശ്രമം ലൂസി ആരംഭിക്കുന്നത്. ലൂസി ആ ബോഡികൾ
അവിടെ നിന്ന് വലിച്ചിഴച്ച് മുൻവശത്തുള്ള വൈക്കോൽ കുനിക്കകത്ത് കൊണ്ടുവന്ന് വെച്ചു. ബോഡി അഴുകിക്കളയുമ്പോൾ വൈക്കോലങ്ങ് കത്തിക്കാമെന്നായിരുന്നു അവൾ യഥാർത്ഥത്തിൽ ധരിച്ചത്. ആ വൈക്കോൽ കുനിക്കകത്ത് 2 ബോഡിയും ഒളിപ്പിച്ചതിന് ശേഷം മടങ്ങിയെത്തിയ ലൂസി ആ പാര കഴുകി വൃത്തിയാക്കി, അതുപോലെ കോടാലി. അതിനുശേഷം ആ കൊച്ചുമുറി നന്നായി കഴുകി. ആ മുറിയിൽ രക്തം തെറിച്ച പാടുകളുണ്ട്, അതെല്ലാം കഴുകി വൃത്തിയാക്കി. തറയും ചുവരും ഒക്കെ വൃത്തിയാക്കിയതിനു ശേഷം അവർ 2 പേരെയും തല്ലിയ ആ മുറിയും കഴുകി വൃത്തിയാക്കി. ബെഡെല്ലാം വൃത്തിയാക്കി. ഒരു ക്രൈം നടന്നതിന്റെ ഒരു സൂചനയും അവിടെ അവശേഷിപ്പിക്കാതിരുന്ന ലൂസി അതിനുശേഷം അവിടെ സുലഭമായി ലഭിക്കുന്ന ഒരു കാട്ടുപുല്ലിന്റെ കിഴങ്ങ് പുഴുതെടുത്ത് ചതച്ച് അവിടേക്ക് തളിക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും രക്തത്തിന്റെ സ്മെല്ല് ഒരാളുടെയും മൂക്കിലേക്ക് വരാതിരിക്കാനുള്ള മുൻകരുതൽ ലൂസി എടുത്തതാണ്. ഈ സംഭവം നടക്കുന്നത് വ്യാഴാഴ്ച അതിരാവിലെയാണ്. അതിരാവിലെയാണ് ആ UP സ്കൂളിൽ നിന്ന് മലമ്പുഴയ്ക്ക് കുട്ടികളുമായി അധ്യാപകരും HM ചേർന്ന് പോയിരിക്കുന്നത്. സ്റ്റഡി ടൂറൊക്കെ കഴിഞ്ഞ് ഏകദേശം രാത്രി 10:30 മണി കഴിഞ്ഞപ്പോഴാണ് ജോസഫ് സാറും മകൻ പയസുമായി ആ വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലെത്തിയ ജോസഫ് ബെല്ലടിച്ചു. ലൂസി വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോൾ തന്നെ ജോസഫ് ആദ്യം തിരക്കിയത് മക്കളെക്കുറിച്ചാണ്. മക്കളെക്കുറിച്ച് തിരക്കിയതും ലൂസി ജോസഫിനോട് പറഞ്ഞു, അവർ ഉറങ്ങി, അവരിനി വിളിക്കണ്ട. നല്ല ക്ഷീണമുണ്ടായിരുന്ന ജോസഫ് അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും മുതിരാതെ അയാളുടെ മുറിയിലേക്ക് കയറി. ഈ സമയത്ത് പയസ് അവന്റെ മുറിയിലേക്ക് പോയി. അവിടെയാണ് സാധാരണഗതിയിൽ പയസിന്റെ ജ്യേഷ്ഠൻ 11 വയസ്സുള്ള ലൂക്കോസ് ഉറങ്ങുക. ലൂക്കോസ് അവന്റെ അച്ഛന്റെ മൂത്ത ഭാര്യയിലെ മകനാണ്. പക്ഷെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ ലൂക്കോസ് ഉണ്ടോ എന്ന് പോലും നോക്കാതെ പയസ് കട്ടിലിക്കരയും കിടന്നു. ടൂർ കഴിഞ്ഞ് വരുന്ന ക്ഷീണത്തിൽ അവൻ നല്ല ഉറക്കമായി. അത് തന്നെ ജോസഫിന്റെ കാര്യത്തിൽ സംഭവിച്ചു. ജോസഫ് നല്ല ഉറക്കത്തിലായതും ചായ്പിൽ ഒളിപ്പിച്ചു വെച്ച പാരയുമായി വീണ്ടും ലൂസി ആ ബെഡ്റൂമിലെത്തി. ജോസഫിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ലൂസി ആ പാര കൊണ്ട് ജോസഫിന്റെ തലയിലേക്ക് ഒറ്റയടിക്ക് ലൂസി ജോസഫിനെ ഏതാണ്ട് അവസാനിപ്പിച്ചു. പക്ഷേ അരിശം തീരാതെ ലൂസി ആ പാര കൊണ്ട് വീണ്ടും വീണ്ടും ജോസഫിനെ അടിച്ചു. അടികൊണ്ട് ജോസഫിന്റെ ബോഡി സകല സ്ഥലത്തും പൊട്ടിത്തുടങ്ങി. അങ്ങനെ ആഞ്ഞാഞ്ഞ് അടിക്കുമ്പോഴാണ് അവളുടെ കൺകോണിൽ അവളൊരു കാഴ്ച കാണുന്നത്. അവളുടെ ഇളയ മകൻ പയസ് ആ വാതിലിലൂടെ അകത്തേക്ക് നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് അവൾ കണ്ടത്. പയസ് ഉറങ്ങി കാണുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അവൾ. പക്ഷെ പെട്ടെന്ന് പയസിനെ കണ്ടതും സമനില തെറ്റിപ്പോയ ലൂസി പയസിന് നേരെ ആ പാരയുമായി തിരിഞ്ഞു. അമ്മ അവന്റെ നേരെ പാരയുമായി തിരിയുന്ന കണ്ടതും അവൻ ഓടി. പക്ഷേ അവനെ ഓട്ടിച്ചിട്ട് പിടികൂടിയ ലൂസി അവനെയും അടിച്ചു കൊന്നു. തൻ്റെ അമ്മ തന്നെ കൊല്ലുമെന്ന് സ്വപ്നത്തിൽ പോലും അവൻ കരുതിയിട്ടുണ്ടാവില്ല. അവന് കാര്യം മനസ്സിലാകും മുമ്പ് മരണം അവനെ വലിച്ചു കഴിഞ്ഞു. അവൻ മരിച്ചു എന്ന് ഉറപ്പായതും അവന്റെ ബോഡി ആ ഹാളിൽ അങ്ങനെ ഇട്ടിട്ട് ബെഡ്റൂമിലേക്ക് മടങ്ങിയെത്തിയ ലൂസി ജോസഫിനെ അവിടുന്ന് വലിച്ചിഴച്ച് ആ ചെറിയ കൊച്ചുമുറിയിൽ കൊണ്ടുവന്നു. അവിടെ ഇട്ട് വീണ്ടും ജോസഫിന്റെ ബോഡിയിൽ കാര്യമായി തല്ലിയ ലൂസി അവസാനം കോടാലിയെടുത്ത് അയാളെ തലങ്ങും വിലങ്ങും വെട്ടി. ശരിക്കും അവളുടെ മുഴുവൻ അരിശവും അവൾ ആ ബോഡിയിൽ കാണിച്ചു എന്ന് പറയാം. ആ ബോഡി അങ്ങനെ ആക്കിയതിന് ശേഷം അതിനെ വലിച്ചിഴച്ച് 2ാമത്തെ വൈക്കോൽ കുനയ്ക്കകത്ത് കൊണ്ടു ഒളിപ്പിച്ചതിന് ശേഷം വീണ്ടും ലൂസി മടങ്ങി വീട്ടിലെത്തി. അവളുടെ മകൻ പയസ് അപ്പോൾ അവിടെ ഹാളിൽ കൊല്ലപ്പെട്ട് കിടക്കുകയാണ്. ആ ബോഡിയിൽ അവൾ പക്ഷേ കൂടുതൽ ക്രൂരതൊന്നും ചെയ്യാൻ ശ്രമിച്ചില്ല. പയസിന്റെ ബോഡിയും അവള് ആ വൈക്കോൽ കുനയ്ക്കകത്ത് കൊണ്ടുവന്ന് ഒളിപ്പിച്ചു. ഇപ്പോൾ 4 പേർ മരിച്ചു കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് ഈ സംഭവങ്ങളൊന്നും അറിയാതെ ഉറങ്ങുന്ന 1.5 വയസ്സുള്ള ബീന എന്ന കൊച്ചു പെൺകുട്ടിയാണ്. വീട് കഴുകി വൃത്തിയാക്കി ആ പുല്ലിന്റെ കിഴങ്ങെടുത്ത് ചതച്ച് അവിടെയെല്ലാം ഒഴിച്ച് എല്ലാ തരത്തിലുമുള്ള തെളിവുകളും ഒഴിവാക്കിയ ലൂസി അവളുടെ ഭർത്താവ് കിടന്ന അതേ കിടക്കയിൽ വന്നിരുന്നു. ഇപ്പൊ അവൾക്ക് അവളുടെ ഇളയ മകൾ ബീനയെ കാണാം. ബീന സുഖമായി ഈ സംഭവ വികാസങ്ങളൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലാണ്. സമയം അതിവേഗം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ വേറെ ശബ്ദങ്ങളൊന്നും കേൾക്കാനില്ല. എന്താണ് അടുത്ത പരിപാടി? അതിനെക്കുറിച്ചുള്ള ചിന്തയാണ് ആ സമയത്ത് ലൂസിയുടെ മനസ്സിലുണ്ടായിരുന്നത്. ലൂസി ആ വീട്ടിനകത്ത് പണം വയ്ക്കുന്ന സ്ഥലമൊക്കെ അറിയാവുന്ന ആളാണ്. അവളുടെ ഭർത്താവിന്റെ സമ്പാദ്യം അത് അവളുടേതാണ്. ആ സമ്പാദ്യം തനിക്കിനി കിട്ടുമോ ഇല്ലയോ എന്നൊരു സംശയം ലൂസിക്കുണ്ട്. ലൂസി എന്തായാലും കിട്ടുന്ന പണം എടുക്കാമെന്ന് കരുതി അലമാര തുറന്ന് അതിനകത്തുള്ള മുഴുവൻ പണം എടുത്ത് അവളുടെ പേഴ്സിലേക്ക് മാറ്റി. അപ്പോഴേക്കും സമയം ഏകദേശം 2 മണിയായി കഴിഞ്ഞു. ആ സമയത്ത് ലൂസിക്ക് നല്ല ക്ഷീണമുണ്ട്.
അവളുടെ ഭർത്താവിനെ അടിച്ചു കൊന്ന അതേ കിടക്കയിലേക്ക് ലൂസി അങ്ങ് കിടന്നു. അവള് അവിടെ കിടന്ന് നന്നായി ഉറങ്ങുകയും ചെയ്തു. രാവിലെ അവൾ ഉണരുമ്പോൾ ഇളയ മകൾ ബീന അവളുടെ അടുത്തില്ല. അവള് ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ആ ഭാഗമൊക്കെ ഒന്ന് പരന്നുമ്പോൾ തട്ടിൻ്റെ മുകളിലേക്ക് കയറുന്ന ഏണിയിൽ കയറി കാല് തെറ്റി അവളുടെ കുഞ്ഞ് വീണ് താഴെ കിടക്കുന്നതാണ് അവൾ കണ്ടത്. ബീനയ്ക്ക് അനക്കമില്ല. ബീനയും മരിച്ചു എന്ന് മനസ്സിലായതുകൊണ്ടാണ് ലൂസി അവളെ അവിടെ കളഞ്ഞിട്ട് പോകാതെ അവളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകാൻ തീരുമാനിച്ചത്. അതിനുവേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു സൂട്ട്കേസ് എടുത്ത് ആ സൂട്ട്കേസിനകത്തേക്ക് ബീനയെ അവൾ ഒടിച്ചു മടക്കി വെക്കുകയായിരുന്നു. പോലീസിനോട് ലൂസി പറഞ്ഞ ആ കാര്യം പോലീസിന് അത്ര ബോധ്യമായിട്ടില്ല. ബീനയെ താനല്ല കൊന്നതെന്നാണ് ലൂസി പറയുന്നത്. പക്ഷേ ലൂസിയുടെ അന്നത്തെ മൈൻഡ് സെറ്റ് അറിയാവുന്ന പോലീസിന് അവൾ ആ പറയുന്ന കഥയിൽ ഒരു കള്ളമുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും പോലീസ് അവളോട് ചോദിച്ചു, എന്നിട്ട് പിന്നെന്താ സംഭവിച്ചത്? സർ, ഞാൻ തൊടുപുഴയ്ക്ക് പോകാൻ വേണ്ടിയാണ് റോഡിലേക്ക് കയറിയത്. മാറിക പള്ളിയുടെ അടുത്തെത്തിയപ്പോൾ എനിക്ക് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ പള്ളിയിലേക്ക് കയറിയത്. മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന അച്ഛനെ കൊണ്ട് ചെയ്യിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് വന്നത്. മരിച്ചു പോയവർക്ക് വേണ്ടി അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആ നിമിഷത്തിലാണ് ശരിക്കും അവളുടെ പ്ലാൻ എല്ലാം തെറ്റുന്നത്. അവള് ആ കാര്യങ്ങൾ കൂടി പോലീസിനോട് പറഞ്ഞു. പോലീസിനോട് ലൂസി ഓപ്പണായി ഈ കാര്യങ്ങൾ പറയുമ്പോൾ സ്കൂളിലെ അധ്യാപകരും നാട്ടുകാരും അയൽപ്പക്കത്തുള്ള ആളുകളൊക്കെ ആ കഥ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ഈ സംഭവവികാസങ്ങളെക്കുറിച്ച് അറിഞ്ഞ ഹയർ ഓഫീഷ്യൽസും സ്ഥലത്തെത്തിയിരുന്നു. ഒരു വീട്ടിൽ 5 ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 4 പേരെ കൊന്ന കാര്യം കൊന്നയാള് ഏറ്റു പറയുന്നുണ്ട്. 5ാമത്തെ ആള് ആകസ്മികമായി മരിച്ചു എന്നാണ് ആ സ്ത്രീ പറയുന്നത്. ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്കുള്ള ശ്രമം ആരംഭിച്ചു. കിട്ടാവുന്ന എല്ലാ തെളിവുകളും ശേഖരിക്കാൻ ഹയർ ഓഫീഷ്യൽസ് ബോധപൂർവം ഒരു ശ്രമം നടത്തുകയാണ്. കേട്ടുകേൾവിയില്ലാത്ത ഒരു കൊലപാതക പരമ്പരയാണ് അവിടെ ആ വീട്ടിനകത്ത് നടന്നിരിക്കുന്നത്. മാറികയിലെ ആ പുറപ്പുഴ UP സ്കൂളിൽ 15 കൊല്ലമായി ജോസഫ് സാറ് അധ്യാപകനാണ്. 7 മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം എച്ചമായത്. 1967 ജൂൺ 1-നാണ് അദ്ദേഹം എച്ചമായത്. എച്ചമായ അതേ അക്കാഡമിക് ഇയറിൽ തന്നെ അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുകയാണ്. സ്കൂളിലെ അധ്യാപകർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ശരിക്കും ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമായി അതങ്ങ് മാറി. ബോഡി സ്കൂളിലേക്ക് കൊണ്ടുവന്നു. ഈ സമയത്ത് പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തുണ്ട്. അവർ വിശദമായ തെളിവെടുപ്പുകളും ആരംഭിച്ചു. ലൂസി പറഞ്ഞ കഥ കോടതിയിൽ പ്രൂവ് ചെയ്യണം. കോടതിയിൽ ചിലപ്പോൾ അവള് കഥ മാറ്റി പറയും. അതുകൊണ്ട് തന്നെ അവൾക്കെതിരെ കളക്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ തെളിവുകളും കളക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ലൂസിയുടെ സഹോദരൻ ജോയി പോലീസ് പോക്കി. ലൂസി പറഞ്ഞ കഥയിൽ ചില കാര്യങ്ങളൊക്കെ ജോയി കൂടി ഏറ്റു പറഞ്ഞു. ജോസഫ് നിരന്തരമായി ലൂസിയെ മർദ്ദിക്കുമായിരുന്നുള്ള കാര്യം ജോയി പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. ആ മർദ്ദനം സഹിക്കാൻ വയ്യാതെ സഹോദരി പരാതി പറഞ്ഞപ്പോൾ അവൻ ജോസഫിനോട് ചോദിക്കാൻ ചെന്ന കാര്യവും ജോയി പോലീസിനോട് പറയുകയും ചെയ്തു. അത് ശരിയാണോ എന്നറിയാനായി ജോസഫിന്റെ സഹോദരനെ പോലീസ് വരുത്തി. അയാള് അത് അപ്പടി നിഷേധിച്ചു. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നാണ് ജോസഫിന്റെ സഹോദരൻ പോലീസിനോട് പറഞ്ഞത്. എന്തായാലും 2 വ്യത്യസ്തമായ വാദങ്ങൾ അവരുടെ ആ ദാമ്പത്യത്തെക്കുറിച്ച് പോലീസ് രേഖപ്പെടുത്തി. അതങ്ങനെ തന്നെ പോലീസിന്റെ FIR രേഖപ്പെടുത്തപ്പെട്ടു. വിശദമായ തെളിവെടുപ്പുകൾ, സാഹചര്യ സാക്ഷിമൊഴികൾ ഒക്കെ ശേഖരിച്ചു. അതിനുശേഷം കേസ് കോടതിയിലെത്തി. അന്ന് എറണാകുളത്താണ് വിചാരണ നടക്കുന്നത്. ഇടുക്കി ജില്ല അന്നില്ല. എറണാകുളത്ത് വിചാരണ ആരംഭിക്കുമ്പോൾ ഈ കേസ് പത്രങ്ങളുടെ മുഴുവൻ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നാണ്. കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു കൊലപാതക പരമ്പരയാണ് നടന്നിരിക്കുന്നത്. പുരുഷന്മാർ കൂട്ടക്കുരുതികളൊക്കെ നടത്തുന്നതിനെ കുറിച്ച് പല കഥകളും പല ലോകത്തും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ഒരു സ്ത്രീ ഈ ശൈലിയിൽ കൂട്ടക്കൊല നടത്തിയ കഥ കേരളത്തിൽ ആദ്യമാണ്. അതുകൊണ്ട് തന്നെ ലൂസിയെക്കുറിച്ചുള്ള കഥകൾ പൊടിപ്പും തൊങ്ങിലും വെച്ച് പത്രങ്ങളിൽ ദിവസവും പരമ്പര പോലെ വരികയാണ്. ലൂസിക്ക് ഈ കൊലപാതകങ്ങൾ നടത്താൻ തോന്നിയ മാനസികാവസ്ഥ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം തന്നെ പത്രങ്ങൾ നടത്തി. എറണാകുളത്ത് ജഡ്ജി PA മൊഹീദ്ദീന്റെ കോർട്ടിലാണ് കേസിന്റെ വിചാരണ നടക്കുന്നത്. പോലീസ് 1-ാം പ്രതിയായി ലൂസിയും 2-ാം പ്രതിയായി ലൂസിയുടെ സഹോദരൻ ജോയിയും ചേർത്തിട്ടാണ് കേസ് ഫയൽ ചെയ്തത്. ഒറ്റയ്ക്ക് ലൂസി പറഞ്ഞതുപോലെ ഇത്രയും കൊലപാതകങ്ങൾ നടത്താൻ പറ്റില്ല എന്നുള്ള ഒരു വിദഗ്ധ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജോയി കൂടി അവർ പ്രതി ചേർത്തത്. പക്ഷേ വിചാരണ ഘട്ടത്തിൽ തന്നെ ആ പ്രതി ചേർക്കൽ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ജഡ്ജി മൊഹീദ്ദീൻ പല ചോദ്യങ്ങളിലൂടെയും
പോലീസിന്റെ ആ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിധി വന്നത്. 1968 ഓഗസ്റ്റ് 26-നാണ് ആ വിധി ഉണ്ടാകുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്ത്രീയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചുകൊണ്ടുള്ള ഒരു വിധിയാണ് അന്ന് ആ കോടതി പ്രസ്താവിച്ചത്. കേരളത്തിൽ അതിനു മുമ്പ് അനവധി ആളുകളെ തൂക്കി കൊന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പുരുഷന്മാരാണ്. ഈ വധശിക്ഷ വിധിക്കുന്നതിന് വേണ്ടി ആ കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് സാഹചര്യ സാക്ഷികളുടെ ഒരു വൻ നിരയാണ്. വികാരിയച്ഛനും കപ്പ്യാരും മുതൽ SI വരെയുള്ള അനവധി ആളുകൾ, സ്കൂളിലെ അധ്യാപകർ, അയൽക്കാർ ഒക്കെ സാക്ഷികളായി. ആകെ 54 പേർ. ഫോറൻസിക് ലാബിൽ നിന്നുള്ള തെളിവുകൾ, അതുപോലെ ആയുധമായിട്ട് അവൾ ഉപയോഗിച്ച പാരയും കോടാലിയും ഒക്കെ തെളിവുകളായി കോടതിയിലെത്തി. എന്തായാലും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവൾക്ക് വധശിക്ഷ വിധിച്ചത്. മുഹയുദ്ദീൻ അവൾക്ക് വധശിക്ഷ വിധിക്കുമ്പോഴുള്ള ലൂസിയുടെ മുഖഭാവം എന്താണെന്നറിയാനുള്ള ഒരു കൗതുകം കോടതിയിൽ അന്ന് ഹാജരായിരുന്ന മുഴുവൻ ആളുകൾക്കുമുണ്ട്. മറ്റ് കോടതികളിലുള്ള വക്കീലന്മാരും ഉൾപ്പെടെ ഒരുപാട് ആളുകൾ അന്ന് കോടതിയിലെത്തിയിരുന്നു. ലൂസിക്ക് ജഡ്ജി വിധിക്കാൻ പോകുന്നത് പരമാവധി ശിക്ഷയായിരിക്കുമെന്നുള്ളൊരു സൂചന നേരത്തെ തന്നെ പത്രങ്ങൾ വഴി ആളുകൾ അറിഞ്ഞിരുന്നതുകൊണ്ട് കോടതിക്ക് ചുറ്റുമായി ഒരു ജനസഞ്ചയം തന്നെ ഉണ്ടായിരുന്നു. കൃത്യം 11 മണിക്ക് ജഡ്ജി മുഹയുദ്ദീൻ ആ ചരിത്രം തിരുത്തിയ വിധി പ്രഖ്യാപിച്ചു. ലൂസിക്ക് വധശിക്ഷ. മരിക്കുന്നതുവരെ തൂക്കാനുള്ള ആ വിധി അദ്ദേഹം പ്രഖ്യാപിച്ചിട്ട് ആ പേന കുത്തി ഒടിക്കുന്ന സമയത്ത് സകല ആളുകളുടെ കണ്ണുകൾ ലൂസിയുടെ മുഖത്താണ്. അവിടെ ഒരു ഭാവമാറ്റവുമില്ല. തികഞ്ഞ ശാന്തതയിലാണ് അവൾ ആ വിധി കേട്ടത്. അവളുടെ നിസ്സംഗഭാവം ആ കോടതി മുറിയിൽ ഉണ്ടായിരുന്ന സകല ആളുകളെയും ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ പലരും അന്ന് കോടതിയിൽ ഉണ്ടായിരുന്നു. അവരൊക്കെ ഒരുപാട് കൊടികെട്ടിയ ക്രിമിനലുകളെ കാണുകയും അവരെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ഇതുപോലെ നിസ്സംഗഭാവത്തോടെ ഒരു വധശിക്ഷ കേൾക്കുന്ന ഒരു പ്രതിയെ അവരാദ്യമായിട്ടാണ് കാണുന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെങ്കിലും ലൂസിയുടെ വധശിക്ഷ ഹൈക്കോടതിയിൽ അപ്പീലിന്റെ രൂപത്തിലെത്തിയപ്പോൾ ഹൈക്കോടതി അത് ജീവപര്യന്തമാക്കി കുറച്ചു. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ലൂസി അവരുടെ ജീവപര്യന്ത തടവ് പൂർത്തീകരിച്ചപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്തു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങി തൊടുപുഴയിലുള്ള അവരുടെ വീട്ടിലെത്തിയപ്പോൾ വീട്ടുകാർ അവളെ സ്വീകരിച്ചില്ല. ഒരു അറിയപ്പെടുന്ന കുടുംബത്തിലെ ആളാണ് യഥാർത്ഥത്തിൽ ലൂസി. ലൂസി ഈ ശൈലിയിൽ ഒരു ക്രിമിനൽ ആയി മാറുമെന്ന് അവരാരും കരുതിയിരുന്നില്ല. അതുകൊണ്ടാണ് അവർ ലൂസിയെ സ്വീകരിക്കാതിരുന്നത്. ലൂസി അവിടെ നിന്ന് പോയത് ഒരു അനാഥ മന്ദിരത്തിലേക്കാണ്. അവള് ആ അനാഥ മന്ദിരത്തിന്റെ ഭാഗമായിരുന്ന കാര്യം പലർക്കും അറിയാം. അത്രയും മാത്രമേ ലൂസിയെക്കുറിച്ച് ആളുകൾക്ക് അറിയാവൂ. തൊടുപുഴയും കേരളത്തെയും ഒരുപോലെ ഞെട്ടിച്ച ശരിക്കും ഭീകരമായ ഒരു കൊലപാതക പരമ്പര നടത്തിയ ആ ലൂസിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് പിന്നീട് ആരും ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. സ്ത്രീകൾ ഇതുപോലെയൊക്കെ ക്രൂരത കാണിക്കുമോ എന്ന് ഒരു സംശയം പലപ്പോഴും നമുക്ക് തോന്നാം. 60കളുടെ അന്ത്യത്തിലാണ് ഈ ക്രൂരത ഒരു സ്ത്രീ കാണിച്ചത്. പക്ഷെ ഇവിടെ ഈ 2020 ശേഷം സമാന സ്വഭാവത്തിൽ ഒരു കൊലപാതക പരമ്പര നടന്നിരുന്നു. അത് കുറെ കൂടി നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ശരിക്കും അതിൽ പങ്കാളിയായ സ്ത്രീ കൊന്ന ആളെ കഷ്ണങ്ങളാക്കി വേവിച്ച് കഴിക്കുകയൂടി ചെയ്തു. കേരളത്തെ ഞെട്ടിച്ച നരബലിയുടെ ആ കഥ നേരത്തെ ഞാനൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. അതിന് ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. കണ്ടു നോക്കുക. സ്ത്രീ ആയാലും പുരുഷനായാലും മനസ്സിൽ ഒരു ക്രൂരത വന്നു തുടങ്ങിയാൽ എന്തും ചെയ്യുമെന്നുള്ളതിന്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളായി ഈ കഥകളെ നിങ്ങൾക്ക് കാണാം. ഇതുവരെ ഈ കഥകളെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.